ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ എല്ലാവർക്കും ഹാപ്പി ബക്രീദ്. നമ്മുടെ ബക്രീദ് ഡേ, നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് ഇക്ക പള്ളിയിൽ പോയായിരുന്നു, ഞാൻ വീട്ടിൽ നിസ്കരിച്ചു. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ബീഫ് കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പെരുന്നാളിന് കുറച്ച് ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് വിശക്കും, ബിരിയാണിയും ബീഫും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ബിരിയാണി നമ്മൾ പെരുന്നാളായാല് രാവിലെ എന്തായാലും പത്തിരി അപ്പോഴാണ് ഒരു പെരുന്നാളിന്റെ ഫീല് വരുന്നത്. നിന്റെ ഫേസ് പോലെ ഉണ്ടോ? അങ്ങോട്ട് ഇന്നിപ്പോ എല്ലാവർക്കും ബീഫും ബിരിയാണിയും അങ്ങനെയായിട്ട് ഭയങ്കര ആഘോഷമായിരിക്കും. എന്തെല്ലോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആരും മിണ്ടാതിരിക്കൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചു. ശരി, അപ്പൊ നമുക്ക് ഇത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബിരിയാണി വെക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് 2 ആൾക്കാർ വന്നിരുന്നിട്ടുണ്ട്. ഇവര് ഹെൽപ്പ് ചെയ്യാനാണ്ടില്ലേ, നീ ഹെൽപ്പ് ചെയ്യാണോ എനിക്ക് പണി ഉണ്ടാക്കി വെക്കുകയാണോ? പണി ഉണ്ടാക്കി വെക്കുക. അതെ, ഹെൽപ്പ് ചെയ്യല്ല, കൂടെ വന്നിരിക്കുക, ഉപദ്രവിക്കുക. നീ ഉള്ള വെളുത്തുള്ളിനൊക്കെ മൊത്തം വെളുത്തുള്ളിന്റെ തൊലി കളയാതെ വെളുത്തുള്ളിനെ മുറിച്ചിട്ടേക്കാം. നീയോ തന്നെയാണ് അല്ലേ? അപ്പൊ അതാ ഞാൻ പറഞ്ഞു, നിങ്ങളത് ഹെൽപ്പ് ചെയ്യാനുണ്ടോ, ഉപദ്രവിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സേമിയ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ടില്ല, ഏകദേശം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്യും കിസ്മിസും കൂടെ ഇട്ട് കൊടുത്ത പായസം റെഡിയാവും. മധുരമുണ്ടോന്നാവും. മധുരമുണ്ടായിരുന്നോ? നോക്കിയായിരുന്നോ? നോക്കിയില്ല. ഞാൻ മധുരം, എനിക്ക് മധുരം കുറവായതുകൊണ്ടേ കുറച്ച് മധുരം ഇട്ടാൽ തന്നെ എനിക്ക് നല്ല മധുരമുള്ള പോലെ തോന്നും. അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യണേ. നമുക്ക് കുറച്ച് നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കുറച്ച് കൊടുക്കാണ്ടേ പായസം ഒക്കെ, അതുകൊണ്ട് അതിലൊന്ന് ടെസ്റ്റ് ചെയ്യണേ. ഇത് പായസത്തിലോട്ടുള്ള കാഷ്യും കിസ്മിസുമാണ്. ഈ കാഷ്യൂ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അത് ഞാനിങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ എടുത്ത് കഴിച്ചായിരുന്നു. അതുപോലെ കിസ്മിസ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അത് കഴിച്ചില്ല. പിന്നെ ഇതെല്ലാം അങ്ങ് ഫ്രൈ ആക്കി പായസത്തിലോട്ട് ഇട്ടങ്ങ് തട്ടിക്കൊടുത്തപ്പം പായസം സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണി വെച്ചായിരുന്നു. ബിരിയാണിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയുന്നതുകൊണ്ട് ആ പ്രിപ്പറേഷനൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലഞ്ച്. നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി ടേബിളുമേ കുറഞ്ഞു വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കിയെങ്കിലും ഇങ്ങനെ പെരുന്നാൾക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതൊരു വേറൊരു വൈബാണ്.
പ്ലേറ്റ് തരൂ, ചോറ് കഴിക്കാം. ഞാൻ ചോറ് വേണം. നമ്മള് പെരുന്നാൾ സ്പെഷ്യലായിട്ട് എന്തെന്തൊക്കെയാണെന്ന് അറിയാം. പാലക്കാട് സ്റ്റൈൽ ബിരിയാണിയാണ് നമ്മളുടെ. എനിക്കിഷ്ടം ഈ ബിരിയാണി സ്റ്റൈലാണ്. അതുകൊണ്ടാണ് ഹൈദരാബാദ് സ്റ്റൈൽ അങ്ങനെ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം തലശ്ശേരി ബിരിയാണിയാണ്. നമുക്ക് എല്ലാം ഇഷ്ടമല്ല. ഇവിടെ എല്ലാം ജനിക്കണം. ബിരിയാണി പൈസ ഉണ്ടാവില്ല. അവിടെ പോയിട്ടില്ല. അന്ന് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഹൈദരാബാദ് ബിരിയാണി ഭയങ്കര സ്പൈസിയാണ്. അത് മാത്രം എനിക്ക് അത്ര ഇഷ്ടമല്ല. നമ്മൾ ഹൈദരാബാദ് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ് ബിൽഡപ്പ് ചെയ്തത്? ഹൈദരാബാദിൽ അങ്ങനത്തെ ബിരിയാണിയാണ്. അമ്മു അത്രയും നല്ല സൂപ്പർ ബിരിയാണിയാണ്. ബിരിയാണി ടേസ്റ്റ് ആണ്, പക്ഷെ ഭയങ്കര സ്പൈസിയാണ്. അതാണ് പ്രശ്നം. ഫ്രൂട്ട്സ് ആഫ്റ്റർ ഫുഡിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുക. ഫുഡൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കില്ല. അപ്പൊ നമ്മളും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് നേരം ഉറങ്ങണം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, വയറ് നിറഞ്ഞുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇവിടെ അടുത്തൊരു പാർക്കോ ഗാർഡനോ എങ്ങനെ വേണമെങ്കിലും പറയാം. പാർക്ക് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ബാക്കിയുള്ള സ്പേസ് ഉണ്ട്. വൈകുന്നേരമൊക്കെ ആളുകൾ ഒരുപാട് വാക്ക് ചെയ്യാനും ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പൊ അതുപോലെ നമ്മളും ഇന്ന് വൈകുന്നേരം പോയിട്ട് ഒന്ന് റിലാക്സ് ആയി, അതായത് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആവാതെ. അപ്പൊ അതിന് മുമ്പായിട്ട് അവിടെ പോകാനുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങ് കിടന്നു. അവിടെ പോകാനുള്ള എനർജിക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുക, എല്ലാരും കിടന്നു. റെഡിയല്ലേ? റെഡിയല്ലേ? സെറ്റ്. ആ മോനെ കഴിച്ചു കഴിഞ്ഞു. അപ്പോ നമ്മള് പോയി ഉറങ്ങിയിട്ട് വരട്ടെ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പാർക്ക്. പിന്നെ അതേപോലെ ഇതാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ ഡ്രസ്സ്. അപ്പം നമ്മൾ ഈ പാർക്കിൽ വന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നായിരുന്നു. പിന്നെ കുട്ടികളെ കുറച്ച് നേരമൊക്കെ അവിടെ കളിപ്പിച്ച് ഐസ്ക്രീം കഴിക്കുക എന്നുള്ള നമ്മളെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതങ്ങ് പൊലിഞ്ഞു പോയി. കാരണം അവിടെ ഐസ്ക്രീം കാരണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്ലിങ് ആയിപ്പോയി. എന്നിട്ട് പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.